പശ്ചിമ ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്താണ് അവിടെ ഏത് രീതിയിലും ബി.ജെ.പി. അവിടെ അധികാരത്തിൽ വരണം എന്നുള്ള ഒരു നിർണായകമായ ഒരു നീക്കം കേന്ദ്ര ബി.ജെ.പി. നോക്കിയത്. അങ്ങനെ അവിടെ കാടിളക്കിക്കൊണ്ടുള്ള ഒരു പ്രചാരണമാണ് അമിത്ഷായും നരേന്ദ്രമോദിയും ഒക്കെ നടത്തിയത്. മിക്ക ബി.ജെ.പിയിലെ മുതിർന്ന നേതാക്കളും പശ്ചിമ ബംഗാൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ നടത്തി. ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു നീക്കമൊക്കെ അവർ നടത്തി. ഗവർണർമാരുടെ, അതായത് സ്റ്റാലിനെയൊക്കെ വിറപ്പിച്ച് നിർത്തിയ രവിയെ, തമിഴ്നാട് ഗവർണറായിരുന്ന R.N. രവിയെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പശ്ചിമ ബംഗാളിലേക്ക് നിയമിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒരു ഉത്തരവിറക്കുന്നു. അതിനുശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഉത്തർപ്രദേശിലെ ഷാർപ്പ് ഷൂട്ടറായ ആ ഒരു അശ്വിൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ അവിടേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ വലിയ രീതിയിൽ ഒരു അഴിച്ചുപണി തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരും ഒക്കെ നടത്തിയെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു സംസ്ഥാനത്തിലും നടക്കാത്ത ഒരു സംഭവ വികാസങ്ങൾ പശ്ചിമ ബംഗാളിൽ നടന്നു. അതായത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഏകോപനം നടത്തുന്നതിന് വേണ്ടി ഒരാഴ്ചയോളം, 1-2 ആഴ്ചയോളം അമിത്ഷാ പശ്ചിമ ബംഗാളിൽ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പെല്ലാം തന്നെ ഏകോപിച്ചത്. കൂടാതെ ഓരോ ദിവസവും ഇടവിട്ട് നരേന്ദ്രമോദി എത്തുന്നു. 3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച നരേന്ദ്രമോദി പശ്ചിമ ബംഗാളിലേക്ക് വരുന്നു. വന്നതിന് ശേഷം തെരഞ്ഞെടുപ്പ് ഏകോപിക്കുന്നു. അങ്ങനെയായിരുന്നു നരേന്ദ്രമോദി ഷെഡ്യൂൾ ചെയ്തത്. അതായത് പശ്ചിമ ബംഗാളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നരേന്ദ്രമോദി വലിയ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം ഓരോ മണ്ഡലങ്ങളിലും നടത്തി. അതിനുശേഷമാണ് ഒരു സുപ്രധാനമായ ഒരു സംഭവം, അതായത് സമൂഹ മാധ്യമങ്ങളടക്കം എല്ലാവരെയും ഒന്ന് സന്തോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ വലിയ തരംഗമാവുന്ന രീതിയിലുള്ള ചില ചിത്രങ്ങൾ പുറത്തു വന്നു. നമുക്കറിയാം, നരേന്ദ്രമോദി എവിടെ പോയാലും, അതായത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിൽ ഒരു സന്ദർശനം നടത്തിയാലും വിദേശ രാജ്യത്ത് പോയാലും അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വസ്ത്രത്തിന്റെ ശൈലികൾ, അതോടൊപ്പം തന്നെ ആ വീഡിയോസും ഫോട്ടോസും ഒക്കെ വലിയ രീതിയിലൊരു സമൂഹ മാധ്യമങ്ങളടക്കം ഒരു തരംഗമായി മാറാറുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ കഴിഞ്ഞ് നരേന്ദ്രമോദി തിരിച്ച് ഹെലികോപ്റ്ററിലേക്ക് മടങ്ങുന്ന സമയത്ത്, അതായത് ആ പ്രചാരണ വേദിയിൽ നിന്നും മടങ്ങുന്ന സമയത്ത് ഈ ബംഗാളിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ലഘുഭക്ഷണമുണ്ട്, താൽമൂരി. ആ താൽമൂരി അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഫേമസ് ആയ ഒരു ഭക്ഷണമാണ്. ആ ഭക്ഷണം കഴിക്കാനായിട്ട് നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹം ഒരു കടയുടെ മുന്നിലേക്ക് നിർത്തുന്നു. ഈ താൽമൂരി അവിടുത്തെ ഈ പശ്ചിമ ബംഗാളിലെ റോഡരികിലൊക്കെ അവിടെ നിന്ന് കിട്ടുന്ന ഒരു ഭക്ഷണമാണ്. ഇത് ഏറ്റവും കൂടുതൽ പൊരിയൊക്കെ കൊണ്ടിട്ടാണ് ഈ താൽമൂരി ഉണ്ടാക്കുന്നത്. അവിടെ ഈ റോഡ് സൈഡിലൊക്കെയാണ് ഈ ഭക്ഷണം കൂടുതലായിട്ട് കിട്ടുന്നത്. അപ്പോൾ അത് കഴിക്കാനായിട്ട് നരേന്ദ്രമോദി വാഹനം നിർത്തുന്നു, വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്നു. എന്നിട്ട് കച്ചവടക്കാരൻ്റെ നിന്ന് ഈ താൽമൂരി വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് കച്ചവടക്കാരന് പൈസ കൊടുക്കുന്നു. ആദ്യം പണം വാങ്ങിക്കാൻ കച്ചവടക്കാരൻ തയ്യാറായില്ല, പക്ഷെ നിർബന്ധിച്ച് നരേന്ദ്രമോദി കൊടുക്കുന്നു. അങ്ങനെ വലിയ രീതിയിൽ ആ ചിത്രങ്ങളും വാർത്തകളും ഒക്കെ 2-3 ദിവസം സമൂഹ മാധ്യമങ്ങളടക്കം ദേശീയ മാധ്യമങ്ങളടക്കം ഇടം പിടിച്ചതാണ്. നിലവിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ബംഗാളിലെ ലഘുഭക്ഷണമായ താൽമൂരി വിറ്റ കച്ചവടക്കാരന് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമൊക്കെ വലിയ രീതിയിലുള്ള വധഭീഷണി ഉണ്ടാകുന്നുവെന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത. പശ്ചിമ ബംഗാളിൽ BJP സർക്കാർ വിജയിച്ചു എന്നറിഞ്ഞതോടുകൂടി എല്ലാ പെട്ടിയും പ്രമാണമൊക്കെ പാക്ക് ചെയ്തുകൊണ്ട് ബംഗ്ലാദേശികൾ നേരെ ഒറ്റ രാത്രി കൊണ്ട് ബംഗ്ലാദേശിലേക്ക് ഓടി എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ വ്യക്തി അവിടെ വലിയ രീതിയിൽ ഫേമസ് ആകുന്നു. പലതരത്തിൽ ഈ വ്യക്തിക്ക് അവിടെ ഉദ്ഘാടനത്തിനൊക്കെ ക്ഷണിക്കപ്പെടുന്നു. അങ്ങനെ നരേന്ദ്രമോദി ആ വ്യക്തിയുടെ കട സന്ദർശിക്കുന്നു, അവിടെ നിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കുന്നു എന്നത് വലിയൊരു സംഭവ വികാസമായി പശ്ചിമ ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് വലിയ രീതിയിലുള്ള ഒരു സ്വീകാര്യതയായി മാറുകയാണ്. അപ്പോൾ ഈ വ്യക്തിയെ കൊല്ലാൻ വേണ്ടി പാകിസ്ഥാനിൽ നിന്നും അടക്കം ബംഗ്ലാദേശിൽ നിന്നടക്കം ഫോൺ മുഖേന, വീഡിയോ കോൾ മുഖേന വധഭീഷണികൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ജാർഗ്രാം സ്വദേശിയായ ബിക്രം സൗവിനാണ് വധഭീഷണി ഇപ്പോൾ വന്നിരിക്കുന്നത്. ബംഗാളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഏപ്രിൽ 19-നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജാർഗ്രാമിലെ ബിക്രം സൗവിന്റെ തട്ടുകടയിലേക്ക് എത്തുന്നത്. പൊതുയോഗം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ ബിക്രമിന്റെ കടയിൽ നിന്ന് അദ്ദേഹം ബംഗാളിലെ പ്രിയപ്പെട്ട ലഘുഭക്ഷണമായ താൽമൂരി വാങ്ങിക്കഴിച്ചു. ഇതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായി. ഇതോടെ ബിക്രം സൗവും ഒന്ന് പ്രശസ്തനായി. അടുത്തിടെ നടന്ന വിദേശ പര്യടനത്തിനിടെ നെതർലാൻഡിൽ വെച്ച് മോദി ഈ സംഭവം പരാമർശിക്കുകയുണ്ടായി. എന്നാൽ അപ്രതീക്ഷിതമായി കൈവന്ന പ്രശസ്തി ബിക്രം സൗവിനും കുടുംബത്തിനും വലിയൊരു പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുള്ള നമ്പറുകളിൽ തനിക്ക് നിരന്തരം ഫോൺ കോളുകളും വീഡിയോ കോളുകളും വരുന്നുണ്ടെന്ന് വിക്രം പറയുകയാണ്. കുടുംബത്തെ അടക്കം ഇല്ലാതാക്കുമെന്നും ബോംബ് വെച്ച് എല്ലാം തകർക്കുമെന്നൊക്കെയുള്ള ഭീഷണികളാണ് അദ്ദേഹത്തിന് നേരെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സംഭവം വിക്രമിനെയും കുടുംബത്തെയും വലിയ രീതിയിൽ ഭീതിയിലാക്കിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര നമ്പറുകളിൽ നിന്നുള്ള ഇത്തരം ഭീഷണികൾ ജാർഗ്രാം നിവാസികളെ തന്നെ പരിഭ്രാന്തയിലാക്കിയിരിക്കുന്നു. ഭീഷണി സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് വിക്രം സൗ പോലീസ്
പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ലോക്കൽ പോലീസ് ഈ സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജാൽഗ്രാമിലെ പൊതുറാലി അഭിസംബോധന ചെയ്ത ശേഷം ഹെലികോപ്റ്ററിൽ കയറാൻ പോകുന്നതിനിടെയാണ് അദ്ദേഹം ഈ അപ്രതീക്ഷിതമായ ഒരു സന്ദർശനം നടത്തിയത്. വാഹനത്തിൽ നിന്നിറങ്ങിയ മോദി ജാൽമുറി വിൽപ്പനക്കാരനെ സമീപിക്കുകയും അവിടെ നിന്നും തയ്യാറാക്കിയ ലഘുഭക്ഷണം കഴിക്കുകയും ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾക്ക് ജാൽമുറി നൽകിയ ശേഷമാണ് അദ്ദേഹം അവിടെ തടിച്ചുകൂടിയ സ്ത്രീകളുമായി ആശയവിനിമയം ഒക്കെ നടത്തുകയും ചെയ്തു. ബംഗാളിന്റെ പ്രിയപ്പെട്ട ഭക്ഷണമായ ജാൽമുറി പൊരി കൊണ്ടാണ് ഈ ഒരു വിഭവം തയ്യാറാക്കുന്നത്. കഴിഞ്ഞ 12 വർഷമായി ജാൽഗ്രാമിൽ ജാൽമുറി വിൽക്കുന്ന ബീഹാറിലെ ഗയ ജില്ലക്കാരനായ വിക്രം സഹറിൻ്റെതാണ് ഈ കട. പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം പെട്ടെന്ന് നിർത്തിയത് കച്ചവടക്കാരനും കണ്ടു നിന്നവർക്കും മറക്കാനാകാത്ത ഒരു നിമിഷമായി മാറിയെങ്കിലും ഇപ്പോൾ ഇദ്ദേഹം ചെറുതായിട്ടൊന്ന് ഭയപ്പെടുകയാണ്. പക്ഷേ ശക്തമായ ഒരു അന്വേഷണം തന്നെ പശ്ചിമ ബംഗാളിലെ പോലീസ് ഇപ്പോൾ നടത്തി വരികയാണ്.